തൃശൂർ വളപ്പായ ചൈനീസ് ബസാറിൽ വിഷപ്പുല്ല് കഴിച്ച് 4 പശുക്കൾ ചത്തു. വേനൽ പച്ച ഇനത്തിലെ പുല്ലാണ് പശുക്കൾ തിന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ വിഷപ്പുല്ലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ക്ഷീര കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് വെറ്റിനറി ഡോക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെ അഖിൽ തൃശൂരിൽ നിന്ന്. അഖിൽ, എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാവിലെ 11 കൂടിയാണ് ഈ വീട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത്തരത്തിൽ പശുക്കൾക്ക് ഒരു വിറയലും അതുപോലെ തന്നെ ഒരു ലക്ഷണങ്ങൾ കാണുന്നത്. അതിനെ തുടർന്നാണ് ഇവർ ഡോക്ടറെ വിളിക്കുകയും ചെയ്തത്. ഇവിടെ ഈ തൊഴുത്തിലുണ്ടായിരുന്ന 4 പശുക്കളാണ് നിലവിൽ ചത്തിരിക്കുന്നത്. 3 പശുക്കൾ ഇന്നലെയും 1 പശു ഇന്ന് രാവിലെ പുലർച്ചെയുമാണ് അപകടത്തിൽപ്പെടുകയുണ്ടായത്. അതായത് വിഷപ്പുല്ല്, വേനൽ പച്ച എന്ന് പറയുന്ന പുല്ല് കഴിച്ചതാവാം ഈ പശുക്കളുടെ മരണത്തിന് കാരണം എന്നൊരു പ്രാഥമിക വിലയിരുത്തലിലാണ് സംഘമുള്ളത്. എന്തായാലും ഒരു പശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നലെ കഴിഞ്ഞപ്പോൾ വിശദമായി മറ്റൊരു ഇന്ന് പുലർച്ചെ ചത്ത പശുവിന്റെ പോസ്റ്റ്മോർട്ടം വിശദമായ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. എന്തായാലും നിലവിൽ ഒരു പശുവിന്റെ പോസ്റ്റ്മോർട്ടം തൊട്ടവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വെറ്റിനറി ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മേഡം, അപ്പോൾ ഇന്നലെ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന 4 പശുക്കളാണ് നിലവിൽ ഇതുവരെ ചത്തിരിക്കുന്നത്. അതിലിപ്പോൾ ഈ ഒരു വേനൽ പച്ച എന്ന് പറയുന്നതിന്റെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിൽ അവർ ഇത് മാത്രമേ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പ്രത്യേകിച്ച് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ചെടി കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൽ കുറെ ടോക്സിക് കണ്ടൻസ് ഉള്ളതാണ്. സൈനറ്റിക് ഗ്ലൈക്കോസൈഡ്സ്, ആൽക്കലോയിഡ്സ്, പിന്നെ ന്യൂറോടോക്സിൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഓട്ടം സീസണിൽ ഇതിന് കുറച്ച് ടോക്സിസിറ്റി കൂടുതലായിട്ട് കാണും. 70% കൂടുതൽ ടോക്സിസിറ്റി കാണപ്പെടുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ ഒരു കാരണം സിംറ്റംസും ഒക്കെ ഏതാണ്ട് ഇതിന്റെ ടോക്സിറ്റിയോട് അടുത്തിരിക്കുന്ന സിംറ്റം നെർവസ് സൈൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് നെർവസ് സൈൻസ് കാണിക്കുക. ആനിമൽ ഒരു വിത്തിൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് ആനിമൽ ഡെത്തായി. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡെത്തായി. രണ്ടാമത്തെ ആനിമൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, ഫ്ലൂയിഡ്സ് ഒക്കെ ഇട്ട്, പക്ഷെ എന്നാലും അതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ആനിമൽ അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞൊരു 6 മണിയോളം ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഡെത്തായി. പിന്നെ മറ്റേ ആനിമലിന് 2നും ട്രീറ്റ്മെന്റ് കൊടുത്തു. ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എണീച്ച് നിന്നതാണ്. പിന്നെ വെളുപ്പിന് 1 ഡെത്തായി. അടുത്തത് ഇപ്പോഴും നമ്മൾ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് 5ഓളം പശുക്കൾക്കാണ് അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നത്. അതിൽ ചത്ത 3 പശുക്കളിൽ 4 പശുക്കളിൽ 3 എണ്ണവും ചെനയുള്ള പശുക്കളായിരുന്നു എന്നുള്ളതാണ്. അതിൽ 8 മാസത്തോളം ചെനയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ രവി എന്ന് പറയുന്ന വെളപ്പായ സ്വദേശിയായ രവിയുടെ പശുക്കളാണ് ചത്തത്. ഇദ്ദേഹം ഇത്തരത്തിൽ ഈ പശുക്കൾ ക്ഷീരകർഷകനാണ്. പശുക്കളെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. എന്തായാലും അവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പുല്ല്, അതായത് ഈ വേനൽ പച്ച എന്ന് പറയപ്പെടുന്ന ഈ പുല്ല് ഇത്തരത്തിൽ ഈ മഞ്ഞുകാലമാകുമ്പോൾ പൂവിടുന്നു. ഈ പൂവിടുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു വിഷാംശം കൂടി വരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് മറ്റ് പുല്ലുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നൽകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും പശുക്കൾ കാണിച്ചിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ ഈ പുല്ല് കഴിച്ചതാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പുല്ല് കഴിച്ചതാണ് ഈ പശുക്കൾ ചാവാനുള്ള കാരണം എന്നുള്ളതാണ്. അതിന് സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ അവസാനമായി പുലർച്ചെ ചത്ത പശുവിന്റെ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ വിശദമായ ഒരു ആന്തരികാവയവങ്ങളുടെ അടക്കം ഈ പുല്ലിനും ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടി പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.